ദളപതി വിജയ് തന്റെ ഏറ്റവും ഒടുവിലത്തെ പ്രസംഗത്തിൽ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഞാൻ നീതി വാങ്ങിക്കാൻ നിൽക്കുന്നത് പോലെ എനിക്കും നീതി വേണമെന്നതാണ്. അതിൽ അദ്ദേഹം കോട്ട് ചെയ്തത് ജനനായകൻ എന്ന സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ടുള്ള അനിശ്ചിതത്വമാണ്. നമുക്കറിയാം ജനുവരി 9 റിലീസ് ചെയ്യേണ്ടിയിരുന്ന ചിത്രമായിരുന്നു ജനനായകൻ. അതിനിടയിൽ ഹൈക്കോടതി, സുപ്രീം കോടതി, തിരിച്ച് ഹൈക്കോടതി, അങ്ങനെ പോയ വഴികൾ, യാത്രകൾ ഒക്കെ തന്നെ ജനനായകനെ സംബന്ധിച്ചിടത്തോളം വലിയ ചോദ്യചിഹ്നത്തിൽ നിൽക്കുകയായിരുന്നു. അതിനിടയിൽ റിവൈസിംഗ് കമ്മിറ്റി ഈ സിനിമ കാണാൻ വേണ്ടിയിട്ട് വീണ്ടും തീരുമാനിക്കുകയും അത് കാണുകയും ഒക്കെ ചെയ്തു. പക്ഷേ ഇലക്ഷൻ ആയതുകൊണ്ട് തന്നെ ഈ സിനിമ റിലീസ് ചെയ്യുമോ ഇല്ലയോ എന്ന കാര്യത്തിലും ഒരു ചോദ്യചിഹ്നമുണ്ടായിരുന്നു. ഇപ്പോഴിതാ ഏപ്രിൽ 24 ചിത്രം റിലീസിനെത്തും എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് കാരണം? രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, തമിഴ്നാടിന് ഇലക്ഷൻ അപ്പോഴേക്കും കഴിയും. വിധി വരുന്നതിന് മുമ്പേ സിനിമ റിലീസ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ ചിത്രത്തിൻ്റെ നിർമ്മാതാക്കളായ KVN പ്രൊഡക്ഷൻസിൻ്റെ തീരുമാനമെന്നാണ് അറിയുന്നത്. അതോടൊപ്പം തന്നെ KVN പ്രൊഡക്ഷൻസ് 2 പ്രധാനപ്പെട്ട പ്രോജക്റ്റാണ് ഇപ്പോൾ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നത്. KD ദ ഡെവിൾ എന്നൊരു കന്നഡ സിനിമ ഉണ്ടെങ്കിൽ പോലും അവർ അതിനേക്കാളും പ്രാധാന്യം കൊടുക്കുന്ന 2 സിനിമകളിൽ ഒന്ന് ജനനായകനും മറ്റൊന്ന് യാഷ് നായകനായി എത്തുന്ന ടോക്സിക് എന്ന സിനിമയുമാണ്. ടോക്സിക് റിലീസ് ചെയ്യേണ്ടിയിരുന്നത് മാർച്ച് 19, 2026 എന്നാൽ GCC കൺട്രീസിൻ്റെ യുദ്ധം കാരണം ഈ സിനിമയുടെ റിലീസ് മാർച്ച് 19 നിന്ന് ജൂൺ 4 മാറ്റിയിരുന്നു. അപ്പോൾ മുതലുണ്ടായിരുന്ന ചോദ്യം, അപ്പോൾ ജനനായകൻ്റെ റിലീസ് ജൂൺ 4 ശേഷമായിരിക്കും എന്നുള്ളതാണ്. അവിടെ നിന്നുകൊണ്ടാണ് KVN പ്രൊഡക്ഷൻസ് കൃത്യമായി അവരുടെ ചാർട്ട് തയ്യാറാക്കുന്നത്. ചിത്രത്തിൻ്റെ റിലീസ് ഏപ്രിൽ 24 അല്ലെങ്കിൽ 25 ഈ ദിവസങ്ങളിൽ ഏതെങ്കിലും ആയിരിക്കാം ജനനായകൻ എന്ന ചിത്രത്തിൻ്റെ റിലീസ്. അതായത് വിജയ് ആരാധകർ ഇത്രയും നാളുകളായി കാത്തിരുന്ന, ഏകദേശം 4 മാസത്തോളമായി കാത്തിരുന്ന ഒരു സിനിമയുടെ റിലീസ് വരാൻ പോകുന്നു എന്നത് തന്നെയാണ്. ഇതുവരെ വിജയുടെ സിനിമാ ജീവിതത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഒരു സിനിമ പറഞ്ഞ ദിവസത്തിൽ റിലീസ് ചെയ്യാതെ ഇരുന്നിട്ടില്ല. ഒരുപക്ഷെ ആ ദിവസത്തിൻ്റെ ഉച്ചയൊക്കെ റിലീസ് ചെയ്തിട്ടുണ്ടായിരിക്കാം, മോർണിംഗ് ഷോ നടന്നിട്ടുണ്ടാവില്ല. പക്ഷെ എന്നാൽ പോലും 4 മാസം കഴിഞ്ഞിട്ട് ഒരു തരത്തിലും അതിൻ്റെ റിലീസ് തീയതി എന്താണെന്ന് പോലും അറിയാതെ നിന്നിട്ടേ ഇല്ല. ഇന്നും വിജയുടെ അവസാനത്തെ സിനിമയായ ജനനായകൻ കാണാൻ വേണ്ടിയിട്ടുള്ള ആരാധകരുടെ കാത്തിരിപ്പ് ചെറുതൊന്നുമല്ല. നാളെ റിലീസ് ചെയ്താൽ നാളെ കാണാൻ പോകുന്ന നിൽക്കുന്ന അത്രയധികം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ജനനായകൻ എന്ന സിനിമയുടെ റിലീസിന് വേണ്ടിയിട്ട്. ആ ചിത്രത്തിൻ്റെ ട്രെയിലർ മാത്രമാണ് നമ്മൾ അവസാനമായി കണ്ടത്. അതിനുശേഷം തന്നെ ഒരു തരത്തിലുമുള്ള ഔട്ട്പുട്ടും ഈ സിനിമയുടെ അണിയർ പ്രവർത്തകരുമായി ബന്ധപ്പെട്ട് കിട്ടിയിട്ടേ ഇല്ല. ഒരു തവണ 9 കഴിഞ്ഞ് 10 ആയപ്പോൾ, ജനുവരി 10 ആയപ്പോൾ ചിത്രത്തിൻ്റെ നിർമ്മാതാക്കളായ KVN പ്രൊഡക്ഷൻസ് മാപ്പ് പറഞ്ഞ് രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ചിത്രത്തിൻ്റെ നിർമ്മാതാവായ വെങ്കട് കെ നാരായണ തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ വന്ന് ജനങ്ങൾക്ക് മുന്നാകെ മാപ്പ് പറയുന്നൊരു സാഹചര്യം ഉണ്ടായി. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല, കേസ് കോടതിയിൽ നിൽക്കുകയാണ്, അതുകൊണ്ട് ഈ ചിത്രത്തിൻ്റെ റിലീസുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ തരത്തിലും ഞങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടെന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ വാചകം. പക്ഷേ എന്നാൽ പോലും ഈ സിനിമയുടെ റിലീസ് എപ്പോഴാകുമെന്നത് സംബന്ധിച്ച് ഒരു ധാരണയില്ലായിരുന്നു. കോടതിയിലെ കേസൊക്കെ നടന്ന് ഒരു ജനുവരി, ഫെബ്രുവരി ഒക്കെ ആയപ്പോഴേക്കും പലർക്കും മനസ്സിലായി തുടങ്ങി ഇത് കയ്യിൽ നിന്ന് പോയി തുടങ്ങി. അതിനുശേഷം ജനനായകൻ എന്ന സിനിമയുടെ ഹൈപ്പ് കുറഞ്ഞു. പിന്നീട് അതരത്തിലുള്ള അപ്ഡേറ്റുകളൊന്നും തന്നെ വന്നിട്ടില്ല. വിജയ് രാഷ്ട്രീയത്തിലേക്ക് പൂർണ്ണമായും ഇറങ്ങുന്നു, ഓരോരുത്തരും സമ്മേളനങ്ങൾ വയ്ക്കുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 2 ഇടത്ത് സ്ഥാനാർത്ഥിയായി താൻ നിൽക്കുകയാണെന്നുള്ള പ്രഖ്യാപനം നടത്തുന്നു. അതിനുശേഷം വീണ്ടും ജനങ്ങളെ കാണാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങുന്നു. ഇതെല്ലാം നടക്കുന്നുണ്ട്. പക്ഷേ വിജയുടെ സിനിമാ ജീവിതം അല്ലെങ്കിൽ ജനനായകൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടുള്ള ഒരു അപ്ഡേറ്റും പുറത്തുവിട്ടില്ല. ഇപ്പോൾ ഈ ഏപ്രിൽ 24, 25 എന്ന തീയതികൾ പോലും വിജയോ KVN പ്രൊഡക്ഷൻസോ ഒഫീഷ്യലി പ്രഖ്യാപിച്ചിട്ടുള്ളതല്ല. റിപ്പോർട്ടുകൾ പ്രകാരം മാത്രം മനസ്സിലാവുന്നതാണ്. കാരണം ഈ ചിത്രത്തിൻ്റെ OTT പ്ലാറ്റ്ഫോം റൈറ്റ്സ് വാങ്ങിയിരിക്കുന്നത് ആമസോൺ പ്രൈമാണ്. ആമസോൺ പ്രൈം 3 ആഴ്ചകൾക്ക് മുമ്പ് തന്നെ അവരുടെ നയം വ്യക്തമാക്കിയിരുന്നു. ഈ സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയില്ലെങ്കിൽ ആമസോൺ പ്രൈം ഇതിൽ നിന്നും പിന്മാറുമെന്നതായിരുന്നു ആ വാഗ്ദാനം. ജനുവരി 9 റിലീസിനനുസരിച്ച് ഫെബ്രുവരി 9 OTT പ്ലാറ്റ്ഫോം സ്ട്രീമിംഗ് തുടങ്ങാമെന്നായിരുന്നു ആമസോൺ പ്രൈമും KVN പ്രൊഡക്ഷൻസും തമ്മിൽ വെച്ചിരുന്ന ധാരണാപത്രം. എന്നാൽ ചിത്രം തിയേറ്ററിൽ റിലീസ് ആവാത്തത് കൊണ്ട് തന്നെ ആമസോൺ പ്രൈമിൻ്റെ ആ കരാറ് കൃത്യമായി മാറിപ്പോവുകയായിരുന്നു. പക്ഷേ ആമസോൺ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നതിന് പരിധിയുണ്ട്. ഉറപ്പായിട്ടും ഒരു വിജയ് ചിത്രമാണ്, സൗത്ത് ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും വലിയ ചിത്രമായതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള ഇളവ് ആമസോൺ പ്രൈം നൽകിയെങ്കിൽ പോലും 4 മാസത്തെ കാലയളവ് ഒരുപക്ഷെ വല്ലാത്ത ക്ഷീണം ആമസോൺ ഉണ്ടാക്കിയതുകൊണ്ട് തന്നെയാണ് 3 ആഴ്ചകൾക്ക് മുമ്പ് ആമസോൺ പ്രൈം KVN പ്രൊഡക്ഷൻസിനോട് പറഞ്ഞത് ഞങ്ങൾ പ്രോജക്റ്റിൽ നിന്നും പിന്മാറുകയാണെന്നുള്ളത്. പിന്നീട് KVNുമായിട്ടുള്ള ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴും ആമസോൺ പ്രൈം ഈ സിനിമയുമായി ബന്ധപ്പെട്ടുള്ള കരാറ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചിത്രം വേഗത്തിൽ റിലീസ് ചെയ്യുക എന്നത് KVN പ്രൊഡക്ഷൻസിന് മാത്രമല്ല വിജയ്ക്കും അത്രയധികം സമ്മർദ്ദമുണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ സമ്മേളനത്തിൽ പോലും എനിക്ക് നീതി വേണം, ജനനായകൻ റിലീസ് ചെയ്യണം എന്നത് പോലും വിജയ് പറയാനുള്ള കാരണമായിട്ട് നിൽക്കുന്നത്. സ്വാഭാവികമായിട്ടും ഒരു നടൻ്റെ ഏറ്റവും അവസാനത്തെ സിനിമ, അദ്ദേഹം കാത്തിരുന്ന് ചെയ്ത സിനിമ, ഇത് പൊളിറ്റിക്കൽ സിനിമ, അദ്ദേഹം പൊളിറ്റിക്സിലേക്ക് ഇറങ്ങാൻ നിൽക്കുന്നു. ആ സാഹചര്യത്തിൽ അയാളുടെ ആ സിനിമ റിലീസ് ചെയ്യണമെന്ന് അയാൾക്ക് തന്നെ ആഗ്രഹം ഉണ്ടാകും. പക്ഷെ അതൊന്നും നടന്നിട്ടുമില്ല. എന്തായാലും തമിഴ്നാട്ടിൽ നടക്കാൻ പോകുന്നത് ഇനിയിപ്പോൾ വോട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഈ സിനിമ ഇറങ്ങാൻ പോകുന്നത്. വോട്ടെണ്ണലിന് മുമ്പ് ചിത്രം റിലീസ് ചെയ്ത് ആളുകളുടെ ഉള്ളിലേക്ക് ആ ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ അപ്പോഴേക്കും വിധി ആളുകൾ ഇട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ വിജയ് ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള പൊളിറ്റിക്കൽ
ഡ്രൈവ് ഈ സിനിമയിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ വിജയ്ക്ക് കഴിയുന്നില്ല എന്നത് വ്യക്തമാണ്. എന്തായാലും വോട്ടെണ്ണലിന് മുമ്പ് തന്നെ സിനിമ റിലീസ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് KV നിൽക്കുന്നത്. അത് ഏപ്രിൽ മാസത്തിലെ അവസാനത്തെ ആഴ്ചയിലേക്ക് തന്നെയാണ് നിൽക്കുന്നത് എന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.